എടുത്ത് മാറ്റിക്കോ. എന്താണോ എന്താ പ്രശ്നം? ഇൻസ്പെക്ടർ, പരമശിവനെ കുത്തിയത് ഇതുവഴി ചാടിക്കോ. എന്താ ശിവ? ബായ്, എന്റെ പിന്നാലെ പോലീസുണ്ട്. ആരെന്ത് ചോദിച്ചാൽ എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ? പരമശിവത്തെ എവിടെ ഒളിപ്പിച്ചത്? ഏത് പരമശിവം? Come on, search, sir. എന്തായോ? ഇവിടെ എങ്ങും ആരുമില്ല സർ. എന്താ ഇൻസ്പെക്ടർ, എന്താ ഇത്? സെർച്ച് ചെയ്യാണെന്ന് മനസ്സിലായില്ലേ? വീട് സെർച്ച് ചെയ്യാൻ വാറന്റുണ്ടോ? ഇല്ല. പിന്നെ ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ, അത് പാഴാക്കരുത്. പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യിൽ. പക്ഷെ ഇപ്പോ ഒരു കുത്തുകേസുണ്ട്. അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും. ഓർമ്മയുണ്ടല്ലോ എന്റെ കൈയിന്റെ ബലം. ഓ വാടോ. ഒരു സെക്കൻഡോട് കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ പങ്കും തന്നെ ശവമായിട്ട് എന്റെ ബായി. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, അവൻ മിടുക്കനാ അല്ല ബായ്. തന്റെ അനിയനായതുകൊണ്ട് പറയാ. തടി കേടാണ്ടെങ്കിൽ അവനോട് രക്ഷപ്പെട്ടോളാം പറ. ബായ്, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ അവനെ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ സ്ഥലം മാറ്റിക്കോളാം. അതുവരെ അവനെ ഉപദ്രവിക്കരുത്. ബായ്ക്ക് ഈ ജോണിയെ പോലെ എനിക്ക് അവൻ. അത് ശരി, നീ കുളിക്കാനാണോ മുകളിലേക്ക് ഓടിപ്പോയത്? പോടാ, നിന്നെ അവരാരെങ്കിലും കണ്ടോ? കാണാതെ തന്നെ എന്തൊരു ചവിട്ടിയത്. അപ്പൊ കണ്ടിരുന്നെങ്കിലാ. തൽക്കാലം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറിയിക്കാം. ബായ്, അവൻ ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ. എല്ലാം നമ്മുടെ ആൾക്കാരാ, നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ. ശരി, പടേ പുറത്തോട്ട് മാറങ്ങിയതാ. ചേട്ടേ വിളിക്കടാ എസ്പി. ഹലോ, ഇത് ഞാനാടോ ചിന്നാടൻ വർക്കി. മനസ്സിലായി. എന്തൊക്കെയുണ്ട് വർക്കിച്ച വിശേഷം? താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായല്ലോ. അവൻ ദേ ശ്രീചക്രയില് സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ചെന്റെ നന്ദി എങ്കിലും കാണിക്കണം. Come on, sir. Quick. എന്താ സർ? ഏത് റൂമിലാണോ പരമശിവം? പരമശിവം ഏത് റൂമില്ല? 221 സർ. നിങ്ങൾ ഇവിടെ പോ. സർ. You go that way. Quick, hurry up. Yes sir. രണ്ടുപേരും ലിഫ്റ്റിനടുത്തേക്കടോ. അയ്യോ ബാലു, നിന്നെ പിടിക്കാനാണോ? സംശയമില്ല, വാ. നീ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ. നീ എന്താ എഴുതുന്നത്? നമ്മളിവിടെ ഇല്ലെന്ന് വാതിൽ എഴുതി ഒട്ടിക്കാനാണോ? പോടാ. നീ എന്താ തപ്പുന്നത്? വല്ലത് കാണാതെ പോയിട്ടുണ്ടോ? നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത്? ആദ്യം ഞാൻ ഇറങ്ങാം. ഇത് നമുക്ക് ഇറങ്ങാനല്ല, പിന്നെ അവർക്ക് കയറാനാ. രണ്ടുപേരും അവിടെ പോയി നോക്ക്. Quick, അവിടെ പോയി നോക്കാം സർ. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളെ പോലീസ് പിടിക്കില്ലേ? ഉണ്ടല്ലേ. വാ. എന്താ അവര് പോയാ? ഒച്ച വെക്കലടാ. വാ, ഒത്താലൊത്ത് ദൈവത്തെ വിളിച്ചോ. ഒത്താലൊത്തു, അത് ഇത് ഇങ്ങോട്ട് കേറാ.
എന്താ സാർ? തമിഴ് വായിക്കറിയോ? അറിയാം സാർ. അത് വായിക്കേ. ഉന്നാൽ മുടിയാതെ തമ്പി പരമശിവ. നീ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല. കമോൺ സാർ. അവൻ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല. ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ്, എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യണം. ഹറി അപ്പ് സാർ. വ്യാകുല മാതാവേ നന്ദി. ഈ ഗ്യാപ്പിൽ രക്ഷപ്പെടാം. അമ്മ. നീ എവിടെ പോണു? ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെടാൻ നോക്കാം. അത് ഈ ഗ്യാപ്പല്ല. എടാ നീ പോയി ബില്ല് സെറ്റിൽ ചെയ്യ്. ബില്ലെടുത്ത് റൂം വെക്കേറ്റ് ചെയ്യാണ്. ആ പെട്ടെന്നൊരു ടാക്സി വേണം. ശരി സാർ. ഹലോ, ഒരു ടാക്സി ഒന്നിട്ടേക്ക്. ഏട്ടൻ ഈശ്വര. ഏട്ടാ, ഉണ്ണിയേട്ടാ, ഏട്ടാ, അനിയ. അയ്യോ. എടാ എന്റെ ഈശോയെ എല്ലാം തകർന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. ഏ? ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. അതെ നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിയെന്ന് അല്ലടാ. അനിയൻ അനിയൻ. അറിയാം. എടാ എനിക്ക് നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ. അല്ല നീ എന്താ ഇവിടെ? ഒരു ക്രിമിനലിനെ പൊക്കാൻ ഇറങ്ങിയതാ. ആ എന്നിട്ട് കിട്ടിയാ? ഇല്ല, പക്ഷെ അവൻ രക്ഷപ്പെടില്ല. സിറ്റി മുഴുവൻ അരിച്ചു പറക്കാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടക്കൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. ആ അല്ല, ഏട്ടൻ എന്താ ഇവിടെ? ഒന്നും പറയണ്ടാ. ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നു. പിന്നെ അന്വേഷിച്ചും പിടിച്ചും ദാ ഇവിടം വരെ എത്തി. ഞാനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരുന്നാണല്ലോ. കിട്ടിയില്ലടാ. ആണോ? ആ ഏട്ടൻ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു. ഈ ജീവിതം തന്നെ ഒരു നാടകമല്ലടാ. അതിനിടയിലെ ചില വേഷം കെട്ടലല്ലേ ഇതൊക്കെ. നീ നോക്കിക്കഥ സാധനങ്ങൾ എടുത്ത് ജീപ്പിലേക്ക് വെച്ചേ. സമയം കളയല്ലേ, എനിക്ക് അമ്മയെ കാണണം. ഇന്ന് നാടൻ കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ. നിനക്ക് വലിയ ഇഷ്ടാണല്ലോ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും. ഇതാണ് വയറ്റുഭാഗ്യം എന്ന് പറയുന്നത്. അല്ല നീ മീൻ എടുക്കുന്നില്ലേ? ഓ, ഞാനിപ്പോ വെയിറ്റ് ചെയ്യണ കുറച്ച് തടി കുറയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആന വെയിറ്റ് ചെയ്യാനല്ലേ? ആനയുടെ തടി പറയുന്നില്ലല്ലോ. പോടാ. അമ്മേ ഉം. ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാൻ ഇവനാ. അതെന്താ? അല്ല അമ്മ വെച്ചുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ ഇവനല്ലേ. ആഹാ, അതിന് അമ്മ അടുക്കളക്കാരനെ പണ്ടല്ലായിരുന്നോ? പിന്നെ നീയാണോ അതൊക്കെ ഉണ്ടാക്കിയത്? ഏയ് ഞാനൊന്നും അല്ല. ഇപ്പൊ അടുക്കള ഭരണം കംപ്ലീറ്റ് ഗോപിയേക്കാ. എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടൻ വന്നപ്പോ തൊട്ട് പാത്തും പതുങ്ങി അവിടെ ഇവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ. ആളെ ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വരുത്താം. അടുക്കള നിൽക്കണ ചേച്ചി, ഇതിന് പുളിശ്ശേരി ഇങ്ങ് എടുത്തേ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഏയ് ഒന്നും മിണ്ടായിരടാ. അയ്യോ, പുളിശ്ശേരി ചോദിച്ചത് ഞാനാ. കൊള്ളാലോ ഏട്ടാ ഈ വാച്ച്. അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറം അടിക്കും. ബർദുബായിന്ന് വാങ്ങിച്ചാ. ആഹാ, നോക്കട്ടെ. 500 ദർഹ. എന്താ നിനക്ക് നോട്ടമുണ്ടോ? നീ എടുത്തോ. ലോഡിന് ഇത്രയും ടൈറ്റുള്ള സമയത്തും ആ സത്യമൂർത്തി നമ്മളെ ചവിട്ടി അവന്മാർക്ക് ലോഡ് കൊടുത്തോണ്ടിരിക്കാണല്ലോ മക്കളെ. നമുക്ക് ആ ലോഡ് ഒറ്റ കൊടുത്താലോ? അത് ശരിയാ. പുതിയ എസ് ഐ അല്പം തണ്ടനാണെന്നാ കേട്ടത്. പിടിച്ചോളും. ഹാ, ഇനി ഇതിന്റെ പേരിൽ അവന്മാര് നമുക്കിട്ട് തിരിച്ചു പണിയല്ലേ. നമ്മൾ ആ ലോഡ് ഒറ്റ കൊടുത്തുന്ന ആരറിയാൻ പോണപ്പാ? എങ്കിൽ ആ ഫോൺ എടുത്ത് കറക്കടാവേ. ഉം. ഹലോ, ഞാനൊരു ഇൻഫോമറാ. ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടിലേക്ക് പോകുന്നുണ്ട്. ഓ അതിനെന്താ, പോയിക്കോട്ടെ പോയിക്കോട്ടെ. ഹലോ, ഞാൻ പറയണൊന്ന് കേക്ക്. അതിൽ സ്പിരിറ്റാ. ആണോ? ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ SI സാറിന് കൊടുക്കാം. ബാലു, എന്താ ഏട്ടാ?
നിനക്കാ ഫോൺ. ഏതൊരു പരമശിവം സ്പിരിറ്റ് നടത്തണമെന്ന്. പരമശിവോ? ആ ഹലോ, അതെ, ഒരു ലോഡ് സ്പിരിറ്റാ. നിങ്ങളാരാ? ഹലോ ഹലോ ഹലോ, എന്താടാ? ഇവിടുത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കടത്തുകാരനാ ഈ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ കള്ളപ്പന്നി. അവന്റെ ശത്രുക്കളാരോ ഒറ്റന്നാ. ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് നാള് കുറെ ആയി. ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് അവൻ കൊടുങ്ങും. നിനക്ക് പേര് കിട്ടണ ഒരു ചാൻസ് നീ കളയരുത്. അല്ല, നീ എങ്ങനെ ഈ പരമശിവത്തിന് പഠിക്കാൻ പോണേ? വേഗം പറ, എനിക്ക് പോണം. ഏ അല്ല അമ്മ അമേരിക്കൻ മകം മേടിക്കാൻ പറഞ്ഞ അതെ കേട്ടാ, ഈ കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാ. തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവര് നക്കാപ്പിച്ച വെടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും. നാടകോ? ടിക്കറ്റ് വെച്ചാണാ? ഫ്രീ അല്ലേ? ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും. എന്നിട്ട് ഞാൻ ആ നേരത്ത് പാരലൽ റോഡ് ചെല്ലും. പോലീസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി പാരലൽ റോഡ് വഴിയേ വരൂ. ഞാൻ അവനെ പൊക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ഐഡിയ അല്ലേ? എനിക്ക് നിന്നെ കുറിച്ച് അഭിമാനം തോന്നണേ നീയാ. വരട്ടെ ഏട്ടാ. കർത്താവേ, കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോല് കൊടുത്തത്. ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു. ഞാനും